ഗൈസ്. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് കൂട്ടുകാർ മെസ്സേജ് അയച്ചത്. ഇന്ന് ക്ലാസ് ഇല്ല, കോട്ടയം ജില്ലയ്ക്ക് അവധിയാണ്. വാർത്ത അപ്പം തന്നെ വെച്ച് നോക്കി. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവധി കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് വന്നത്. അപ്പം ഇതേ അവധി, സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലായിടത്തും മഴയൊക്കെ അല്ലേ. ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും മഴയൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ദിവസം കാണാം. പിന്നെ ഗൈസ്, രാവിലെ വേറെ പണിയൊന്നുമില്ലല്ലോ. ക്ലാസ് ഇല്ലാത്തത് കാരണം ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് ഇല്ലാത്തത് അവധി കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ മുടിയൊക്കെ നല്ലോണം ചീകി കെട്ടി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് പാടമുണ്ട്. ആ പാടത്തിന് അങ്ങോട്ട് വന്നു. പാടത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ചെറിയ ചാറ്റമഴയുണ്ട്. ഞാൻ അങ്ങനെ ഈ ചാറ്റമഴയത്തൊക്കെ കുടയും പിടിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ ഒരു 8-8:30 ആയപ്പോൾ ഞാൻ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുവാണ്. ഇന്നത്തെ പ്രഭാത ഭക്ഷണം ചപ്പാത്തി മുട്ടക്കറിയാണ്. അതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതും ചെയ്ത് നടക്കുവാണ്. ഇങ്ങനെ 2-3 പണിയൊക്കെ കാണുള്ളൂ. രാവിലെ തന്നെ അമ്മ എല്ലാ പണിയും ചെയ്ത് വെക്കും. എനിക്കിങ്ങനെ 2-3 പണിയൊക്കെ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതൊക്കെ ചെയ്ത് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ തത്തുരു. ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് പറ. ഹലോ ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്. തത്തുരു ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ തത്തുരു, വീട്ടിലെ ഏറ്റവും മൂത്ത ആള്. ഞാനാണ് തത്തുരു. എന്നെ പോകാനാണോ പറയണ? തത്തുരു എടാ നോക്കണം, നീ നോക്കാൻ തന്നെ. തത്തുരു ഓടിയെന്നാന്ന് തോന്നുന്നു കേട്ടെ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ വല്യച്ഛന്റെ വീട്. ഇതാണ് എന്റെ വല്യമ്മച്ചി. ഇതെന്റെ വല്യമ്മച്ചിയാണ്. ഒരു ഹായ് പറഞ്ഞു ഗൈസ്. പുട്ടുണ്ടാക്കുന്നതേ ഉള്ളു. അവധി ദിവസമായ കാരണം താമസിച്ചാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത്. ഇത് എന്റെ അച്ഛന്റെ ചേട്ടന്റെ വൈഫാണ്, എന്റെ വല്യമ്മച്ചി. ഞാൻ എന്നും ഇവിടെ ഇരുന്നാണ് പഠിക്കണത്. എന്നും രാവിലെ ഇങ്ങോട്ട് വരും. ഇന്നിപ്പോ അവധിയായ കാരണം ഇങ്ങോട്ട് ഇടക്കിടക്ക് വരും. വന്നോട്ടേ ഇരിക്കും. ഇനി ഇവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊരാളെ കാണിക്കാൻ പറ്റത്തില്ല. അവരെന്നെ കാണിച്ച കൊല്ലും. വല്യമ്മച്ചിയുടെ ഇളയ മകൻ. ആര്യമൻ, എന്റെ സാറ്. അവനെ കാണിക്കാൻ പറ്റത്തില്ല. അവൻ കാണിച്ചാൽ എന്നെ കൊല്ലും. ഞാൻ അച്ഛമ്മേനെ കാണിച്ചു തരാം, അച്ചായിയുടെ അമ്മേനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അച്ഛമ്മേനെ കിളമ്പോ അച്ഛമ്മയോടെ പാത്രമൊക്കെ കഴിക്കൊണ്ട് നിൽപ്പുണ്ട്. അച്ഛമ്മേ ഒരു ഹായ് പറഞ്ഞോ എല്ലാവർക്കും. ഹായ് പറഞ്ഞോ. ഹായ് പറ. ഹായ്. ഇതാണ് അച്ഛമ്മ, അച്ചായിയുടെ അമ്മ. ഹായ് പറ. അച്ഛമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാനുള്ള വീഡിയോയാ. യൂട്യൂബ് ചാനൽ എന്നാന്നറിയാവോ? അതിപ്പോ എന്നാ പറയാ, അതിങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇടൂല. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതാ ഞാൻ പറഞ്ഞില്ലായിരുന്നാ. അതിൻ്റെ അകത്ത് ഇടാനുള്ള വീഡിയോ. ഹായ് ഒന്നും കൂടെ കൊടുത്തേക്ക്. ഹായ്. എന്നിട്ട് വല്യമ്മച്ചിയുടെ അച്ഛമ്മയോടൊക്കെ സംസാരിച്ചിട്ട് വന്നിട്ട് ഞാനൊരു സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്കിങ്ങനെ അവധി ദിവസമൊക്കെ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഗൈസ് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കിടന്ന് പറയണുണ്ട്, അതൊന്നും റെക്കോർഡായില്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇതൊന്നും റെക്കോർഡായില്ലെന്ന് മനസ്സിലായത്. മിക്ക വീഡിയോയ്ക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ ആയതും. അതുകൊണ്ട് അന്നേരമൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് തക്കാളിയും കാപ്പിപ്പൊടിയും എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഒരു 5 റബ്ബ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നല്ലോണം കഴുകിക്കളയണം. നല്ലോണം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് കിടന്ന് ഞാൻ ചെയ്തതിനെ പറ്റി, എൻ്റെ മുഖത്തുണ്ടായ മാറ്റത്തെ പറ്റിയാണ് കിടന്ന് പൊക്കി അടിക്കുന്നത് ഗൈസ്. ഞാൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ പൊട്ടില്ലാണ്ട് ഒരു കോൺഫിഡൻസും കിട്ടത്തില്ലെന്നൊക്കെയാണ് കിടന്ന് പറയുന്നത്.
എന്നിട്ടൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാനും ചേട്ടനും കൂടെ അക്ഷയയിൽ പോയി. നിങ്ങളോർക്കും ഞങ്ങൾക്ക് ഏതൊരു അക്ഷയയിൽ പോരാൻ നേരമുള്ളൂ. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് അക്ഷയയിൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അക്ഷയ വരെ ഞങ്ങൾക്ക് പോയില്ലേ സമാധാനം കിട്ടത്തില്ല. ഇത് ചേട്ടന് ചെറുതായിട്ടൊന്ന് പെറ്റി കിട്ടി, അതടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ അക്ഷയയിൽ പോയത്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ സുവോളജി റെക്കോർഡ് ഇരുന്ന് വരയ്ക്കുവാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ മിക്കതും കിട്ടിയിട്ടില്ല വോയിസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കണം 3 ഫോണിലാണ്, ചേട്ടൻ്റെ, അച്ഛൻ്റെ, പിന്നെ വീട്ടിലിരിക്കുന്ന ഒരു ഫോണുണ്ട്. എനിക്ക് അച്ഛൻ പണിക്ക് പോകാത്ത സമയത്ത് മാത്രമേ എനിക്ക് അച്ഛൻ്റെ ഫോണിലെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചേട്ടൻ്റെ ഫോണിലാണെങ്കിൽ എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. ചേട്ടനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ചേട്ടൻ അതിൻ്റെ അകത്ത് വീഡിയോ ഒക്കെ അതിൻ്റെ അകത്ത് ഇടണം, അതുകൊണ്ട് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഈ ഫോൺ, അതിൻ്റെ അകത്ത് വീഡിയോയ്ക്ക് ഇത്രയും ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ ഇപ്പം യൂട്യൂബ് തുടങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വരണം. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര ക്വാളിറ്റി കുറവൊക്കെ ആയിരിക്കും, പിന്നെ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ഞാൻ വീഡിയോ ഇടാൻ നല്ലോണം ശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഗൈസ് ഒരു 2 മണിയൊക്കെ നല്ല മഴയായിരുന്നു, അപ്പോൾ ഞാൻ ആ സമയത്താണ് ചോറ് കഴിക്കുന്നത്. എനിക്കിന്ന് ചോറ് വാരിത്തരുന്നത് അമ്മയാണ് ഗൈസ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണതുകൊണ്ട് അമ്മയാണ് എനിക്കിന്ന് ചോറ് വാരിത്തന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വീഡിയോ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുക, വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ് ഈ വാരിത്തരൽ, അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടി പിന്നെയും തുടങ്ങി, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, വേറെ പണിയൊന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞാൻ പോയി ഒരു ചക്കവറ എടുത്തുകൊണ്ട് വന്ന് അതിരുന്ന് തിന്നുവാണ്. അതും തിന്നുകൊണ്ട് പിന്നെ എൻ്റെ ഫോണിൽ കുത്തര തന്നെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നൊരു TV കാണുന്നുണ്ട്. മഴവിൽ മനോരമയിൽ എപ്പോഴും വല്ല സിനിമയാണ് ഗൈസ് ഫിദ, ഞങ്ങൾ എപ്പോഴും ഇരുന്ന് കാണുകയും ചെയ്യുക. എന്നിട്ട് അതൊക്കെ ഇരുന്ന് കണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇരുന്ന് കാണുന്ന ഇങ്ങനെ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് സിനിമയൊക്കെ കാണും. എന്നിട്ട് ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഒരു ചലഞ്ച് വരികയാണ്. ഇത് എന്ന് യൂട്യൂബ് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് കണ്ട മഴ ആയതുകൊണ്ട് ഈ റൂമിലൊക്കെയാണ് എല്ലാം ഉണക്കാൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ. അതാണ് ഇങ്ങനെ ഈ റൂമിൽ, ചേട്ടൻ്റെ റൂമിൽ വെച്ചതാണ് നമ്മൾ ചലഞ്ചും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതെ, അപ്പോൾ നിങ്ങൾ ചലഞ്ച് വീഡിയോ എടുക്കട്ടെ. ഇത് ആ ചലഞ്ച് ഇവിടെ ചെറിയൊരു ബിഹൈൻഡ് സീൻ ഇതിൻ്റെ അകത്ത് ഇട്ടതാണ് ഗൈസ്. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ പട്ടിക്കുട്ടന്മാർ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറ്റും. രാത്രി മാത്രമേ അവരെ വീടിൻ്റെ അകത്ത് അഴിച്ചു വിടണം, വീടിൻ്റെ അകത്ത് കയറ്റി കൊടുത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ അവരവിടെ കൂട്ടിലാണ്. അവരെ അമ്മയും മക്കളുമാണ് അവിടെ നിൽക്കണത്. അവരവിടെ കളിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവരുടെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കളിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരാരും വരുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഈ ചേട്ടൻ്റെ കൂടെ മീൻ പിടിക്കാൻ തുടങ്ങി. മീൻ പിടിക്കാനല്ല, ചേട്ടനോടെ ഈശാന് ആരും ഇവിടെ വീഡിയോ എടുക്കുന്നു, ഞാനിവിടെ ചുമ്മാ നോക്കി നിൽക്കുന്നു. ഞാനത് കാണിച്ചു തരാം. ഞങ്ങളുടെ ആർട്ടിലാണ് ചേട്ടൻ വീശണത്, ആറിൻ്റെ അവിടെ കണ്ടോ. കുറച്ച് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ തോട്ടിൽ വീശിയപ്പം വയമ്പ് കിട്ടിയായിരുന്നു. ഇതിപ്പോൾ ആറിൻ്റെ അവിടെ വീശുവാണ്. അതിൻ്റെ അപ്പുറത്ത് കടവാണ് ഗൈസ്, കണ്ടോ. ഇത് അവിടെ ആരും നിൽപ്പുണ്ട്. ചെറുതായിട്ട് മഴ പൊടിക്കണുണ്ട്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കണ്ടോ, ഇവിടെ സൈഡിൽ വെള്ളം കിടപ്പുണ്ട്. ഗൈസ് ഇതാണ് കിട്ടിയ കുറച്ച് വയമ്പ് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞാനിത് വെള്ളം ഒഴിച്ചിടട്ടെ. ഇത് കടവാണ് കണ്ടോ, കടവ. കുറച്ച് വെള്ളം ഒഴിച്ചിടാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അവരവിടെ നിൽക്കണം. ഇത് അപ്പുറത്ത് അവിടെ കാണാം. ഇതിൻ്റെ അടുത്ത ചെറിയ പരലാട്ടോ, പിന്നെ ഒരു നമ്പരും പരലിപ്പോൾ പോയാലും. അപ്പോൾ ഗൈസ് നമ്മുടെ വീശലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എങ്ങോട്ടോ പോകുകയാണ്. വീട്ടിലേക്കാന്ന് തോന്നുന്നു. എൻ്റെ വല്യമ്മച്ചി അവിടെ എന്താണ്ട് കമ്പ് വെട്ടാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അയച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. താങ്ക്